സോ എല്ലാവർക്കും പ്രശ്നേ മറ്റു വീഡിയോയിൽ സ്വാഗതം. സമയം വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് വിലായത് ബുദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് സിംഗിളാണെന്നാണ് തോന്നുന്നത്. ഇനി മുമ്പ് ഇതിൻ്റെ പാട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ. ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്താൽ അപ്പോൾ വല്ല പാട്ടൊക്കെ ഇറങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് ഫസ്റ്റ് സിംഗിളായിട്ട് തന്നെ നമുക്ക് കണ്ട് ജസ്റ്റ് ഈ സോങ് ഒന്ന് റിയാക്ട് ചെയ്യാം. നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ലിറിക്കൽ വീഡിയോസൊക്കെ കുറവാണല്ലേ. നല്ല ഇറങ്ങാറുണ്ട്, എന്നാലും ഇത് വീഡിയോ സോങ് ആണല്ലോ. ഈ പടം ഇറങ്ങിയില്ലല്ലോ. എന്തായാലും ജെക്സ് ബിജിയാണ് മ്യൂസിക് നൽകുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഈ അമ്മ സമാധാനം ഈ തരത്തില്ല. ഒരു പടത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ അയ്യപ്പനും കോശി യെസ്, നമുക്ക് എന്തായാലും പാട്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് പൃഥ്വിരാജ് ബ്രോ. ഈ ഒരു പടം എന്തായാലും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി നല്ല കാറ്റൊക്കെ ഉണ്ട്. ജയൻ നമ്പ്യാർ, കാറ്റുമല്ല, ഉർവശി തിരോസ് പ്രസൻസ്, ജെക്സ് ബിജിയാണ് ഗൈസ്. തമിഴാ? ആയിരം അവിടെ എന്തോ. ഓ, മറ്റേ പുഷ്പിനെ പോലെ ഇതിലൊരു സ്റ്റൈലുണ്ട് കേട്ടാ, ഈ പരിപാടി പോലെ. അതാണ് പിള്ളേർ ഇമിറ്റേറ്റ് ചെയ്തത്. ചാപ്പടം പോലെ ആവായിരുന്നാ മതിയായിരുന്നു പണ്ടാരം. മണ്ണ് കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പൊന്നോ. സീനുണ്ടെന്നാണ് തോന്നുന്നത്. സംഭവം ഉണ്ട് കേട്ടോ. ഈ സംഭവം സൂപ്പറാണല്ലേ. മകളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചടിക്കാൻ ഓല ഇങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ നല്ല രസമാണ് ആ ഒരു സംഭവം കാണാൻ. ഇപ്പം അങ്ങനെ അത് കാണാറില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. തമിഴ് കേട്ടാ. ഇപ്പൊ വീഡിയോ ശ്രദ്ധിക്കണോ ഓഡിയോ ശ്രദ്ധിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുഷ്പ ഇൻസ്പയർ ആയ ഗൈസ് ഇത് ഈ ഒരു പടം. പുഷ്പ ശ്രീവല്ലി വല്ലതും ആണോ ഇത്? 18+ എന്നും കൂടെ ഞാൻ വീഡിയോക്ക് അവസാനം ഇടേണ്ടി വരുമോ ഗൈസ്? ജെക്സ് വിജയ് മിക്ക നല്ല പാട്ട് കേട്ടോ. അതെ ജയൻ നമ്പ്യാർ, സന്ദീപ്. ലെറ്റ്സ് ഗോ. അയ്യോ, ആ പരസ്യമൊന്നും വരല്ല എൻ്റെ പൊന്നോ. ഇതെന്തിരിത്? അങ്ങനെ ശ്രമിക്കണ്ട പക്ഷേ. ഒരു മിനിറ്റ്, നമുക്ക് പരസ്യം കേട്ട് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ 5 സെക്കൻഡ് ഇരുന്ന് കണ്ടോ. പക്ഷേ എന്തായാലും സംഭവം പാട്ട് കളറായിട്ടുണ്ട്, രക്ഷയില്ല. പാട്ട് സംഭവം കൊള്ളാം, പക്ഷേ നൈസ് സോങ്. വെൽ ഗൈസ്. എന്നാലും പാട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ചുമ്മാ പറഞ്ഞ കേട്ടോ. അതല്ല ഗൈസ്, പാട്ട് നൈസായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. ഒരു
ഒരു വൈബ് ടച്ചുണ്ട് സംഭവം, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. സോ എന്തായാലും ആ ഒരു എനിക്ക് തോന്നുന്നത് ഇതൊരു മറ്റേ ഇത് പുഷ്പേര ആ ഒരു ഇതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മിക്ക സീനിലും പുഷ്പേര നല്ല റെഫറൻസ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ റെഫറൻസ്. എനിക്ക് തോന്നുന്നത് ചന്ദനക്കടത്ത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇതായിട്ട് പറഞ്ഞത്. അത് മെയിൻലി നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് ഇതിൻ്റെ ഈ പടം ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചന്ദനത്തിൻ്റെ ആ ഒരു കടത്തും കാര്യങ്ങളൊക്കെ പരിപാടിയാണെന്ന്. എനിക്ക് തോന്നുന്നു ഇവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശ്രീവല്ലിയെ ഞാൻ പറയുന്നില്ല, പുഷ്പയിലെ ശ്രീവല്ലിയെ ഞാൻ പറയുന്നില്ല, എന്നാലും ശ്രീവല്ലി അഭിനയിക്കാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് നിൽക്കണ ഒരു നടക്കണ ആ ശൈലിയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ഇവർ രണ്ടുപേരും ഒരു വൈബ് അതുപോലത്തെ ഒരു വൈബായിരുന്നു. എന്തരാവും നമുക്ക് നോക്കാം. സോ എന്തായാലും ലെറ്റ്സ് ഹോപ്പ്. വിലായത് ബുദ്ധ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. സോ ഈ പടത്തിലുള്ള എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.